നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തസ്ലീമ ഉൾപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ മലയാള സിനിമ അടപടലം വീഴുന്നു. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടന് ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധമുണ്ട് എന്ന സൂചനകൾ ശക്തമായി. ഈ കേസിൽ എക്സൈസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ചാനൽ റിയാലിറ്റി ഷോ അവതാരകനും യുവതിയായ മോഡലിനും ഇതിനകം തന്നെ നോട്ടീസ് കൈമാറിക്കഴിഞ്ഞു. ചാനൽ അവതാരകൻ അത്ര നിസ്സാരക്കാരനല്ല. സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ലഹരി ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ റിയാലിറ്റി ഷോ അവതാരകനാണ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അവസാന 4ാം റൗണ്ട് വരെ എത്തിയ പ്രമുഖ നടനാണ് ഈ വ്യക്തി. സിനിമാ മേഖലയിലെ ഒരു അണിയറ പ്രവർത്തകനും എക്സൈസ് സംഘം നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസ് മാത്രമല്ല, മയക്കുമരുന്ന് ഇടപാടുകളിലും മലയാള സിനിമാ ലോകത്ത് ഒട്ടനവധി ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന് എക്സൈസ് സംഘം ഉറപ്പിക്കുന്നു. ചുരുക്കത്തിൽ പഴയ മട്ടാഞ്ചേരി മാഫിയ മാത്രമല്ല, മറ്റു പലരും ഹൈബ്രിഡ് കഞ്ചാവ് കേസും മയക്കുമരുന്ന് ഇടപാടുകളുമായി മലയാള സിനിമയിൽ അങ്ങ് വിലസുകയാണ്. അടുത്തയാഴ്ച എല്ലാവരും എക്സൈസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരോട് തിങ്കളാഴ്ച ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമയുടെ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ അന്വേഷണത്തിന് കാരണം. ഷൈൻ ടോം ചാക്കോയും തസ്ലീമയും അടുത്ത സുഹൃത്തുക്കളാണെന്നും ഇരുവരും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നും നേരത്തെ തന്നെ എക്സൈസ് സംഘം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുകൾ നേരിട്ട് നടത്താതെ ബുദ്ധിപരമായ കളിയാണ് ഷൈൻ ടോം ചാക്കോ കളിച്ചത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് യുവതിയായ മോഡലുമായി ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്ന് എക്സൈസ് സംഘം ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു. എന്നാൽ തസ്ലീമ സുൽത്താന റിയാലിറ്റി ഷോ അവതാരകനുമായി പണമിടപാട് നടത്തിയതായി എക്സൈസ് സംഘം കണ്ടെത്തി. ഈ അന്വേഷണമാണ് പിന്നീട് പാലക്കാട് സ്വദേശിനിയായ മോഡലിലേക്കും കടന്നു ചെന്നത്. കൊച്ചിയിൽ സ്ഥിരതാമസക്കാരിയാണ് ഈ മോഡൽ. മയക്കുമരുന്ന് ഇടപാടുകളുമായി ഇവർ അടുത്തിടപഴകുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർ അത്ര നിസ്സാരക്കാരിയല്ല. വലിയ തോതിൽ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട പെൺവാണിഭത്തിന് അവർ ചുക്കാൻ പിടിക്കുന്നു. തസ്ലീമ സുൽത്താനയും ഈ മോഡലായ യുവതിയും ചേർന്നാണ് മലയാള സിനിമാ ലോകത്തെ പ്രമുഖ നടന്മാർക്കുൾപ്പെടെ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തിരുന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നു. യുവതിയായി ഈ മോഡൽ മുഖേന പല പെൺകുട്ടികളെയും തസ്ലീമ പ്രമുഖർക്ക് എത്തിച്ചു കൊടുത്തുവെന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ എക്സൈസിന് ലഭിച്ചു. ഇത് പോലീസ് സംഘത്തിന് കൈമാറുമെന്നാണ് എക്സൈസ് പറയുന്നത്. തസ്ലീമയുടെ ഫോണിൽ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പലരുടെയും പേരുകൾ ചേർത്തിരിക്കുന്നു. ഇത് പരിശോധിച്ചപ്പോൾ സിനിമാ മേഖലയിലെ മറ്റൊരാൾക്കും തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വളരെ സൂക്ഷ്മതയോടെയാണ് പെൺവാണിഭ ഇടപാടുകൾ സിനിമാ സെറ്റുകളിൽ നടത്തുന്നത്. അതിനുവേണ്ടി വ്യാപകമായി അവർ ഇടനിലക്കാരികളെ ഉപയോഗപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ മോഡലും തസ്ലീമ സുൽത്താനയുമൊക്കെ. 5 രുചികളിലുള്ള ഹൈബ്രിഡ് കഞ്ചാവാണ് ഈ പ്രതികൾ ആലപ്പുഴയിൽ എത്തിച്ചത്. ഓരോ കിലോഗ്രാം വീതമുള്ള 3 പാക്കറ്റുകൾ. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതുകൊണ്ട് പ്രതികളെ വ്യാഴാഴ്ച വൈകിട്ട് ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇപ്പോൾ മുഖ്യപ്രതിയായുള്ളത് തസ്ലീമയും തസ്ലീമയുടെ ഭർത്താവായ സുൽത്താൻ അക്ബർ അലിയുമാണ്. സുൽത്താൻ അക്ബർ അലിക്ക് തമിഴ്നാട് പോലീസ് സേനയിലടക്കം വലിയ ബന്ധങ്ങളുണ്ട്. പല പ്രമുഖർക്കും പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്നതും മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നതുമൊക്കെയാണ് സുൽത്താൻ്റെ വലിയ പണികൾ. ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തി കൂടിയാണ് തസ്ലീമയുടെ ഭർത്താവ് എന്ന് അന്വേഷണ സംഘം പറയുന്നു. തമിഴ്നാട്ടിലെ ചില വിമാനത്താവളങ്ങളിലെ സേനകളുടെയും മറ്റു വിഭാഗങ്ങളിലെ ജീവനക്കാരുടെയുമൊക്കെ ജോലിയും സമയക്രമവുമൊക്കെ ഇയാളുടെ മൊബൈൽ ഫോണിലുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിലും വലിയ ബന്ധങ്ങളുണ്ട്. കേരളത്തിലെ പ്രമുഖ നടന്മാരുമായി അടുത്ത ബന്ധം. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയുടെ കയ്യിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. ഇതിന് തൊട്ടു പിന്നാലെ തസ്ലീമയെ ചോദ്യം ചെയ്യുകയും ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമായുള്ള ബന്ധം പുറത്തു വരികയും ചെയ്തു. തുടർച്ചയായുള്ള ചോദ്യം ചെയ്യലുകൾ, അവരുടെ ഫോൺ പരിശോധന, ഇതിൽ നിന്ന് മലയാള സിനിമാ ലോകവുമായി അവർക്കുള്ള അടുത്ത ബന്ധമാണ് ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നത്. മലയാളത്തിലെ പല നടന്മാരും യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ മോഡലായ യുവതിയുടെ പക്കൽ നിന്ന് എക്സൈസ് സംഘം ശേഖരിച്ചു. ഈ യുവതിയും തസ്ലീമയുമായി സാമ്പത്തിക ബന്ധമുണ്ട്.
നേരിട്ട് തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താതെ മോഡലായ യുവതി വഴി തന്ത്രപൂർവ്വം ഈ സിനിമാ താരങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തുന്നു തസ്ലീമയുമായി. തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സാപ്പ് ചാറ്റ്, ഷൈൻ ടോം ചാക്കോയുമായുള്ള വാട്സാപ്പ് കോൾ ഹിസ്റ്ററി എന്നിവയൊക്കെ ലഭിച്ചുവെങ്കിലും ഇവർക്കിടയിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള തെളിവുകൾ ഇവരുടെ മൊബൈൽ ഫോണുകളിൽ അവശേഷിപ്പിച്ചിരുന്നില്ല. തുടർന്ന് തസ്ലീമയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിച്ചു. അപ്പോഴാണ് പാലക്കാട് യുവതിയായ മോഡലുമായി സാമ്പത്തിക ഇടപാടുകൾ അവർ തുടർച്ചയായി നടത്തിയിരുന്നുവെന്ന കണ്ടെത്തൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. ഈ മോഡലിന് പുറമെ മലയാള ചാനലിലെ പ്രമുഖ അവതാരകനും കൊടുക്കുന്ന നിലയിലെത്തി. ഇയാൾക്കും തസ്ലീമയുമായി നിരന്തരം സാമ്പത്തിക ഇടപാടുകളുണ്ട്. നടന്മാരും മോഡലുമൊക്കെ 28-ാം തീയതി ഹാജരാകുമ്പോൾ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടി വരുമെന്ന് എക്സൈസ് പറയുന്നു. പ്രതികളായ തസ്ലീമ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണ്ണഞ്ചേരി മല്ലവിളി കെ ഫെറോസ് എന്നിവരുടെ 4 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. നടന്മാരിൽ തസ്ലീമ ശ്രീനാഥ് ഭാസിയുമായാണ് ഫോണിലൂടെ കൂടുതൽ ആശയവിനിമയം നടത്തിയത്. ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ എക്സൈസ് സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. മാർച്ച് അവസാനമാണ് കൊച്ചിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരനെ കണ്ടെത്തി കുടുംബവുമായി തസ്ലീമ എത്തിയത്. എന്നാൽ വിൽപ്പന നടന്നില്ല. കൊച്ചിയിൽ വാങ്ങാൻ തയ്യാറായ ആളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം അതിനകം തന്നെ ശേഖരിച്ചിരുന്നു. 2 ദിവസം കൊച്ചിയിൽ തങ്ങി ഇടപാടുകൾക്ക് ശ്രമിച്ചുവെങ്കിലും വില തടസ്സമായി. ഇതിനിടെ പോലീസിനെ ഭയന്ന് താമസിച്ച ഹോട്ടലിൽ നിന്ന് കഞ്ചാവ് സുഹൃത്തറിയാതെ അവരുടെ പത്തടിപ്പാലത്തെ ഫ്ളാറ്റിൽ ഒളിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ഈ കഞ്ചാവുമായി തസ്ലീമ ആലപ്പുഴയിലേക്ക് തിരിച്ചു. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ വെച്ചാണ് പിന്നീട് എക്സൈസ് സംഘം തസ്ലീമയെ കുടുക്കി കഞ്ചാവ് പിടിച്ചെടുക്കുന്നത്. എക്സൈസ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് നിർണായക നീക്കങ്ങൾ തന്നെയാണ്. തസ്ലീമയിലൂടെ മലയാള സിനിമാ ലോകത്തിൻ്റെ മയക്കുമരുന്നിടപാടുകളുടെ അസ്ഥിവാരമിളക്കാനുള്ള അവസരം. ശക്തമായ നീക്കങ്ങൾക്കൊടുവിൽ പല പ്രമുഖ താരങ്ങളുടെയും മുഖം മൂടി നിലംപൊത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.